ശുചീകരണ സമരത്തെ തുടർന്ന് അമേരിക്ക ദുരിതത്തിൽ. അമേരിക്കൻ നഗരങ്ങൾ മാലിന്യ കൂമ്പാരങ്ങളാൽ മുങ്ങുകയാണ്. തെരുവുകളിൽ മാലിന്യ സഞ്ചികൾ കുന്നുകൂടുന്നുവെന്നും വേനൽ ചൂടിൽ മാലിന്യം ദുർഗന്ധമമിക്കുന്ന പുക പുറത്തുവിടുകയുമാണ്. ഈ വേനൽക്കാലത്ത് അമേരിക്കൻ നഗരങ്ങളിൽ വലിയ പ്രതിസന്ധിയാണ് ഇത് സൃഷ്ടിക്കുന്നത്. രാജ്യത്തുടനീളം മുനിസിപ്പൽ മാലിന്യ സംസ്കരണ കരാറുകളുള്ള ഫോർച്യൂൺ 500 സ്വകാര്യ കമ്പനിയായ റിപ്പബ്ലിക്കൻ സർവീസസിലെ ജീവനക്കാർ 3 ആഴ്ച മുൻപ് പണിമുടക്ക് ആരംഭിച്ചതോടെയാണ് ഈ ദുരിതം തുടങ്ങിയത്. മാലിന്യം ശേഖരിക്കാൻ അവർ വിസമ്മതിക്കുകയാണ്. മറ്റ് ശുചീകരണ തൊഴിലാളികളെക്കാൾ വളരെ കുറഞ്ഞ വേതനവും മോശമായ ആനുകൂല്യങ്ങളുമാണ് ലഭിക്കുന്നതെന്നാണ് കമ്പനിയുടെ തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന ടീംസ്റ്റേഴ്സ് യൂണിയൻ പറയുന്നത്. എന്നാൽ യൂണിയൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നും ബന്ധങ്ങൾ വഷളായതിനാൽ മാലിന്യവും അതേ അവസ്ഥയിലാണെന്നും കമ്പനി പ്രതികരിക്കുന്നു. ഗ്രേറ്റർ ബോസ്റ്റൺ പ്രദേശത്തെ 14 കമ്മ്യൂണിറ്റികൾക്ക് സേവനം നൽകുന്ന ലോക്കൽ 25-ൽ ജൂലൈ 1-ന് ആരംഭിച്ച പണിമുടക്ക് ഇപ്പോൾ അമേരിക്കയിലെ മറ്റ് നിരവധി നഗരങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. കാലിഫോർണിയയിലെ മാൻഡേക്ക, ഇലിനോയിസിലെ ഒട്ടാവ, ജോർജിയയിലെ കമ്മിങ്, അമേരിക്കയിലെ ലേസി എന്നിവിടങ്ങളിലെല്ലാം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കൂടുതൽ ജീവനക്കാർ ജോലി നിർത്തിവച്ചിട്ടുണ്ട്. രാജ്യത്തുടനീളമുള്ള 2000-ലധികം മാലിന്യ ശേഖരണക്കാർ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനാൽ ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാരെ ഇത് ബാധിച്ചിട്ടുമുണ്ട്. റിപ്പബ്ലിക്കൻ യൂണിയനും ചില പ്രാദേശിക തർക്കങ്ങൾ പരിഹരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ധാരാളം തൊഴിലാളികൾ ജോലിക്ക് ഹാജരാകാത്ത സാഹചര്യമാണുള്ളത്. ബോസ്റ്റന്റെ വടക്ക് കടൽത്തീര നഗരമായ ഗ്ലൗസിസ്റ്റണിൽ മാലിന്യ കൂമ്പാരങ്ങൾ പൊതുജനങ്ങളുടെ മാനസിക നിലയെ സാരമായി ബാധിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. കടലിലെ ഉപ്പുവെള്ളത്തിന്റെ ഗന്ധം പോലും ചീഞ്ഞൊഴുകിയ മാലിന്യത്തിന്റെ ദുർഗന്ധത്താൽ അപ്രത്യക്ഷമായിട്ടുണ്ട്. മാലിന്യത്തിനു മുകളിൽ വട്ടമിട്ട് പറക്കുന്ന കടൽക്കാക്കകൾ ഈ ദുരവസ്ഥയുടെ നേർചിത്രമാണ്.